കടം കൊണ്ട് ഏതെങ്കിലും നിലയിലുള്ള ഉപകാരത്തെ ഒരാൾക്ക് ഉണ്ടാവുക അത് പലിശയുമായി ബന്ധപ്പെട്ടതാണ്, അത് പലിശയാണ്. അപ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കണം. അത് നിങ്ങളുടെ വ്യക്തിബന്ധത്തെ തകർക്കും. നാളെ നിങ്ങളുടെ മയ്യത്ത് കൊണ്ടുവന്ന് പള്ളിയുടെ മെഹ്റാബിന്റെ പരിസരത്ത് മയ്യത്ത് വെക്കുമ്പോഴും മയ്യത്ത് നിസ്കാരത്തിന് ഒതുകൊടുത്തുകൊണ്ട് കടന്നു വരുമ്പോഴും നിനക്ക് പലിശ തന്നവൻ പറയും, കാര്യമൊക്കെ ശരിയാണ്, താടിക്ക് നല്ല നീളമുണ്ട്, നിസ്കാര തഴമ്പ് ഇങ്ങനെ വട്ടത്തിൽ കാണുന്നുണ്ട്, പക്ഷേ എന്റെ കയ്യിൽ നിന്ന് അറും പലിശ വാങ്ങിയ പലിശക്കാരന്റെ മയ്യത്താണ്. അവനിങ്ങനെ മനസ്സിൽ പറയും. പിന്നെന്ത് മയ്യത്ത് നിസ്കാരം? പിന്നെന്ത്? മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖറ എന്ന് പറഞ്ഞ് നിന്റെ ഖബറിലേക്ക് മണ്ണ് വാരി ഇടുകയല്ല, മണ്ണ് വാരി എറിയലാണ്. അത് ഇടലല്ല. ഇവൻ പലിശക്കാരനാണെന്ന് മനസ്സിലുണ്ട്, ആ ബോധ്യത്തിലാണ് മണ്ണ് വാരി എറിയും. മിൻഹാ ഖലഖനാകും എന്റെ എത്ര പണം കൊണ്ടുപോയി തിന്നവനാ, എത്ര പലിശ വാങ്ങിയവനാ. ബന്ധത്തെ, മുസ്ലിമായ സഹോദരനും നീയുമായിട്ടുള്ള ബന്ധത്തെ വിള്ളലുണ്ടാക്കുന്ന സംഗതിയാണത്. അതുകൊണ്ടാണ് ദീൻ എതിർത്തത്. നിങ്ങളത് വാങ്ങരുത്. നിങ്ങൾ ഹലാലായിട്ട് കച്ചവടം ചെയ്ത് പണം ഉണ്ടാക്കുക. മറ്റൊരുത്തിന് പൊരുത്തമില്ലാത്ത മുതല്, അവന്റെ മക്കള് കഴിക്കേണ്ട ഭക്ഷണം നിങ്ങൾ നിങ്ങളുടെ മേശയിൽ വാങ്ങി പൂട്ടി വെക്കരുത്. അത് നിങ്ങൾക്ക് നാശത്തിനാണ്. കഫംപുടവക്ക് കീശയുമില്ല, ഖബറിന്റെ ഉള്ളിൽ മേശയുമില്ല എന്ന കവിയുടെ വാചകം ഇവിടെ അന്വർത്ഥമാണ്. അതൊക്കെ ഓർക്കണം. അതുകൊണ്ടാണ് ദീൻ അതിനെ നിരാകരിച്ചത്. അതിന് ദീൻ പ്രയാസമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദീൻ പലിശയെ നിരോധിക്കാനുള്ള കാരണം ഇതൊക്കെയാണ്. നിങ്ങളുടെ ബന്ധം തകർക്കും, നിങ്ങളെ മടിയന്മാരാക്കും, നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മേലൊരു കുടുംബത്തിന്റെ മുഴുവനും പ്രാക്ക് വന്ന് വീഴും.